നബിയുടെ സഹാബാക്കളിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു തആല. ആദ്യകാലത്ത് മുസ്ലിമായ 7 പേരിൽ ഒരാളാണ് അദ്ദേഹം. അബ്സീനയിലേക്ക് ഹിജറ പോയി, രണ്ടാമത് മദീനയിലേക്ക് ഹിജറ പോയി, ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വളരെ പ്രമുഖനായ ഒരു സഹാബി. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാനും എൻ്റെ 2 കൂട്ടുകാരും വിശന്നിട്ട് എണീറ്റ് നിൽക്കാൻ കഴിയാതെ കണ്ണു കാണാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞങ്ങൾ 2-3 പേരും കൂടി പള്ളിയിൽ നിന്നും ആളുകൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് അങ്ങനെ ഒരു പതിവുണ്ട്, വിശന്ന് കഴിഞ്ഞാൽ വഴിയിലിരിക്കും, അപ്പൊ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. ഞങ്ങൾ 3 പേരിങ്ങനെ വഴിയിലിരിക്കുകയാണ്. പലരും കടന്നുപോയി, പക്ഷെ ആരും ഞങ്ങളെ വിളിച്ചില്ല. അവരുടെ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് വന്നു. റസൂലിന് ഞങ്ങളുടെ കാര്യം മനസ്സിലായി. റസൂൽ ഞങ്ങളെ വിളിച്ചു. റസൂലിന്റെ വീട്ടിലൊന്നും സ്റ്റോക്ക് ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ വേറെ ആരും കൊണ്ടുപോയില്ല. റസൂൽ ഇവരെ 3 പേരെ വിളിച്ചുപോയി. വീട്ടിൽ ചെന്ന് ഭാര്യമാരുടെ അടുക്കൽ അന്വേഷിച്ച് നോക്കുമ്പോൾ വീട്ടിലൊന്നും കൊടുക്കാനില്ല, ഒരു കാരക്ക പോലും വീട്ടിലെടുക്കാനില്ല, അവർക്ക് കൊടുക്കാൻ. അപ്പോൾ നബിയുടെ വീട്ടിൽ വളർത്തുന്നൊരു 3 ആടുണ്ട്. ആടിനെ കറന്നിട്ടാണ് നബി കുടിക്കുന്നതും കുടുംബം കുടിക്കുന്നതും, അത് വിറ്റാണ് കുടുംബം കഴിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരെയും ആ 3 ആടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആടിനെ കറന്നിട്ട് പാല് കിട്ടുകയാണെങ്കിൽ കുടിച്ചു, 4 ഗ്ലാസ് കിട്ടുവാണെങ്കിൽ 1 ഗ്ലാസ് എനിക്കും വച്ചേക്കണം. ഞാനും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്, നിങ്ങൾ 3 ഗ്ലാസ് കുടിച്ചു. ഖാദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആടിനെ കറന്നു നോക്കിയപ്പോൾ 4 ഗ്ലാസ് പാല് കിട്ടി. ഞങ്ങൾ 3 പേരും 1 ഗ്ലാസ് കുടിച്ചു. വിശ്വാസങ്ങൾക്ക് വേണ്ടി 1 ഗ്ലാസ് പാല് നബിയുടെ വീടിന്റെ വാതിൽക്കൽ ഞങ്ങൾ മൂടി വെച്ചു. 3 പേരും ഉറങ്ങാൻ വേണ്ടി കിടന്നു. അവർ 2 പേരും പറഞ്ഞു, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല, വിശന്നിട്ട് ഉറക്കം വരില്ല. എത്രയോ ദിവസങ്ങളായി പട്ടിണി കിടക്കേണ്ട, 1 ഗ്ലാസ് പാല് കുടിച്ചാൽ ഇങ്ങനെ വിശപ്പ് മാറാൻ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ആ മൂടി വെച്ച റസൂലിന്റെ പാലിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി കിടക്കുകയാണ്. അതിലാണ് എൻ്റെ കണ്ണ് മുഴുവനും, എനിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് പിശാച് എൻ്റെ അടുക്കൽ വരുന്നത്. പിശാച് വന്നിട്ട് എന്നോട് പറഞ്ഞു, മിഖ്ദാദേ വിശക്കുന്നില്ല, നിനക്ക് പാലല്ലേ മുന്നിലിരിക്കണം, എടുത്ത് കുടിച്ചുകൂടെ? റസൂലിന് കൊടുക്കാൻ ആരൊക്കെ 90 അൻസാരികൾ മദീനയിലുണ്ട്, അത് റസൂലിന് ആരെങ്കിലും കൊടുത്തോളൂ, നീ എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ പിശാച് ഉപദേശിച്ചപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുകൊണ്ട് ഉറക്കവും വരുന്നില്ല. ഞാനതെടുത്ത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിന്റെ മട്ട് മാറി. പിശാച് പറഞ്ഞു, വൈഹക്, നാശം നിനക്ക്, നീ എന്താ ചെയ്തത്? റസൂലിന്റെ പാലെടുത്ത് കുടിച്ചോ? എത്ര തെറ്റാ ചെയ്തത്? റസൂൽ വച്ചേക്കാൻ പറഞ്ഞല്ലേ അവിടെ? നീ ഇനി ജീവിച്ചിട്ടെന്ത് കാര്യം? നീ ഇനി നിസ്കരിച്ചിട്ടെന്ത് കാര്യം? റസൂൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ പ്രാർത്ഥിക്കൂലേ? നീ ഇവിടുന്ന് വിട്ടുപോക്കോ, ഇവിടെ നിൽക്കണ്ട. ഒന്നാമത്തെ പാഠം ഇതാണ് ഈ സമൂഹത്തിൽ. പിശാചിന്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. പിശാച് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച് തെറ്റ് ചെയ്യിപ്പിക്കും. തെറ്റ് ചെയ്തവർ പിശാച് നേരെ തിരിയും. ആ തെറ്റിൽ നിന്ന് നിരാശയിട്ട് തരുന്നിട്ട് പടച്ചോലിൽ നിന്ന് പിശാച് അകറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കണം, പിശാചിന്റെ സൈക്കോളജിയാണ്. ഏത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിശാചിന്റെ കളിയാണ്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ കൂടൂല, നേരെ ഉൾട്ടിയാകും. ഇതാണ് മിഖ്ദാദ് റളിയല്ലാഹു വിഷയത്തിൽ ചെയ്യുന്നത്. മിഖ്ദാദ് റളിയല്ലാഹു പറയാണ്, ഞാനാകെ വിഷമിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? റസൂൽ എനിക്കെതിരെ പ്രാർത്ഥിച്ചാലും. ഞാൻ പള്ളിക്കകത്ത് ചെന്നൊരു മൂലയിൽ കിടന്നു. എൻ്റെ ഒരു ചെറിയ പുതപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പുതച്ചു മൂടി കിടന്നു. ഉറക്കം വരുന്നില്ല. ഇത്രയും നേരം ഉറക്കം വരാതിരുന്നത് വിശന്നിട്ടാണ്. ഇപ്പൊ പാല് കുടിച്ചപ്പോൾ ഉറക്കം വരാത്തത് ഈ കാര്യം ഓർത്തിട്ടാണ്. നബി തടഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഞാൻ ആ പള്ളിയുടെ മൂലക്കൽ കിടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കിടന്നു. സലാം ചൊല്ലി. പതുക്കെയാണ് സലാം ചൊല്ലിയത്. ഉണർന്നിരിക്കുന്നവരെ കേൾക്കുന്ന രീതിയിലും ഉറങ്ങിയവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ സലാം ചൊല്ലി. ഞാനിതൊക്കെ കാണുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ 1-2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ആ പാൽപാത്രത്തിലേക്ക് നോക്കി റസൂലിന്റെ. അപ്പൊ അത് കാലിയാണെന്ന് റസൂലിന് മനസ്സിലായി. പാല് വെച്ചേക്കാൻ പറഞ്ഞ പാൽപാത്രം കാലിയാണ്. ഉടനെ വിശ്വാസം കൈ ഉയർത്തി. കഥാതലിയെല്ലാം പറയാൻ, ഞാൻ ഇതൊക്കെ കണ്ടോണ്ട് കൈ ഉയർത്തി എനിക്കാകാൻ കഴിയില്ല, അപ്പൊ എന്റെ കഥ കഴിഞ്ഞു, എനിക്കെതിരെ പ്രാർത്ഥിക്കാനാണ് കൈ ഉയർത്തിയിരിക്കുന്നത് മനസ്സിലായി. ഞാനാകെ ഭയപ്പെട്ടു. പക്ഷെ റസൂൽ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അത്ഇമൻ അബ്ദഅമനി വസ്തിമൻ സഖാനി. അല്ലാഹു, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, എനിക്ക് പാനീയം തരുന്നവർക്ക് നീ പാനീയം കൊടുക്കണേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പൊ ഞാൻ ചാടിയടിക്കും. ആ ദുആ എനിക്ക് കിട്ടണം. റസൂലിനെ എന്തെങ്കിലും സംഘടിപ്പിച്ച് കൊടുത്തിട്ട് ആ ദുആ എനിക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചാടിയടിക്കും.
ആ പാൽപാത്രം എടുത്ത് ഞാനിങ്ങനെ പരതി നോക്കി എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കൊടുത്താൽ മതി, ഇതോ എനിക്ക് കിട്ടുമല്ലോ. ഒന്നും കിട്ടിയില്ല. അവസാനം ഞാൻ ആ 3 ആടിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകിട് വീർത്തിരിപ്പുണ്ട്. ഞാൻ കറന്നു നോക്കി, എനിക്ക് പാല് കിട്ടി. ഞാൻ ആ പാലുമായി റസൂലിൻ്റെ അടുക്കൽ നിന്ന് റസൂലിന് കൊടുത്തു. ഇഷ്റബിയ റസൂൽ, അത് കുടിക്ക് റസൂൽ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ ഒരു അല്പം കുടിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നു. നീ കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കില്ല, അങ്ങ് കുടിക്കണം. റസൂലിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചു. അവസാനം റസൂല് മതിയാക്കിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് പാൽപാത്രം തന്നു. അപ്പൊ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസിലുണ്ട്, ഞാൻ ആ പാൽപാത്രം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് 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 ആ നിലത്ത് വീണു. അപ്പോൾ റസൂലിന് മനസ്സിലായി എന്തോ വികൃതി ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ റസൂൽ സാഹസ് ചോദിച്ചു, എന്താ തമാശ നീ ഒപ്പിച്ചത് ഇങ്ങനെ ചിരിക്കാൻ? അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, നടന്ന സംഭവങ്ങളൊക്കെ തുറന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും ഈ ബാക്കിയുള്ള പാല് നിന്റെ 2 കൂട്ടുകാർക്കും കൊടുക്കുക എന്ന് പറഞ്ഞ് റസൂൽ നടന്ന് എഴുന്നേറ്റ് പോയി. രണ്ടാമത്തെ പാഠമാണ്, മറ്റൊരാളുടെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. മറ്റൊരാളുടെ വീട്ടിൽ പോയി കല്യാണത്തിനോ മറ്റു ഭക്ഷണം കഴിച്ചാൽ ഈ പ്രാർത്ഥന ചെയ്യണം. അല്ലാഹുമ്മ അത്അംനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ ഭക്ഷണം തരണമേ, വഅത്ഇമൻ അത്അമന, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവർക്കും നീ ഭക്ഷണം കൊടുക്കണമേ, വസ്ഖിന, നീ ഞങ്ങൾക്ക് പാനീയം തരണമേ, വസ്ഖിമൻ സഖാന, ഞങ്ങൾക്ക് ഈ കുടിക്കാൻ തന്നവർക്കും നീ കുടിക്കാൻ കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന ചെയ്യണമെന്ന ഒരു കാര്യവും നമുക്ക് ഈ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സംഭവത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.